കർമ്മ റോഡിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാൻ റവന്യൂ വകുപ്പ് നടപടികൾ കർശനമാക്കുന്നു. കർമ്മ റോഡ് കയ്യേറ്റം തിരിച്ചുപിടിക്കാൻ നടപടികൾ കർശനമാക്കി റവന്യൂ വകുപ്പ്. 20ഓളം കച്ചവട സ്ഥാപനങ്ങൾക്ക് ഒഴിപ്പിക്കൽ നോട്ടീസ് നൽകി. ഭാരതപ്പുഴയോരത്തെ അനധികൃത നിർമ്മാണം പൊളിച്ചുമാറ്റി സ്ഥലം ഒഴിയാൻ ആവശ്യപ്പെട്ടാണ് കച്ചവടക്കാർക്ക് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ചമ്പ്രോട്ടം കടവ് മുതൽ കർമ്മ പാലം വരെ 157 കയ്യേറ്റങ്ങളാണ് റവന്യൂ വകുപ്പ് കണ്ടെത്തിയിരുന്നത്. പുഴയോരത്ത് താമസിക്കുന്ന കുടുംബങ്ങളുടെ ഹിയറിംഗ് നടപടികൾ നടന്നെങ്കിലും ഇവർക്കൊന്നും ഒഴിപ്പിക്കാൻ നോട്ടീസ് നൽകിയിട്ടില്ല. വർഷങ്ങളായി വീട് വെച്ച് താമസിക്കുന്ന കുടുംബങ്ങളെ സംരക്ഷിക്കുന്നതിന് അധികൃതരുടെ ഭാഗത്തു നിന്നും യാതൊരു നീക്കവും ഉണ്ടായിട്ടില്ല. കച്ചവട സ്ഥാപനങ്ങൾക്ക് പിന്നാലെ ഈ കുടുംബങ്ങൾക്കും ഒഴിപ്പിക്കൽ നോട്ടീസ് നൽകുമെന്നാണ് അറിയുന്നത്. റവന്യൂ വകുപ്പ് നിലവിൽ തുടരുന്ന നടപടികളിൽ കുടുംബങ്ങൾക്ക് അനുകൂലമായ യാതൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ദിനേനെ കച്ചവട സ്ഥാപനങ്ങൾ ഉയർന്നു വരുന്നത് ഏറെ ആശങ്കപ്പെടുത്തുന്നതായും റവന്യൂ ഉദ്യോഗസ്ഥർ അറിയിച്ചു. കച്ചവടക്കാർക്കൊന്നും ലൈസൻസുമില്ല. പുഴയോരത്തെ ടൂറിസം സാധ്യതകൾ നിലനിർത്തിക്കൊണ്ട് അർഹരായ കച്ചവടക്കാർക്ക് മുൻഗണന നൽകാൻ നഗരസഭയും തയ്യാറാകുന്നില്ല. ഇതിനായി പുതിയ പദ്ധതികൾ തയ്യാറാകുന്നില്ല. റവന്യൂ വകുപ്പിന്റെ ഒഴിപ്പിക്കൽ നടപടികൾ കണ്ട് കൈമലർത്തി നിൽക്കുകയാണ് പൊന്നാനി നഗരസഭ. ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ്. ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ്. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.